നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെട്ടി സകലമാന പദ്ധതികളിൽ നിന്നും ഫണ്ട് വെട്ടി കീശ നിറയ്ക്കുന്ന ഒരു സർക്കാർ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്നത്. അതായത് ഇടത് സർക്കാർ എന്നത് കൃത്യമായിട്ട് പലരും പറയാറുണ്ട്. അങ്ങനെ വെട്ടി സർക്കാർ ഇപ്പോൾ കൈയിട്ട് വാരിയിരിക്കുന്നത് സാധാരണക്കാരന്റെ ഏക ആശ്വാസമാകുന്ന ആരോഗ്യ മേഖലയിലെ ചില പദ്ധതികളിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ സർക്കാർ അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സാധാരണഗതിയിൽ സർക്കാരിന്റെ വാക്കുകേട്ട് അവർ നിർദ്ദേശിക്കുന്നത് പോലും മാത്രം പ്രവർത്തിക്കുന്നവരാണ്. കാരണം അവർക്ക് സേഫ് അതാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർക്കാരിനെതിരെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാമായിട്ടും പ്രശ്നമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുമൊക്കെ ഇനിയും പാവം ചെയ്തു കൂട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ തന്റെ അറിവിലുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ആണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ച പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലാണ് ഇത്തരത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കായുള്ള പദ്ധതി വിഹിതത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തിരിമറി നടത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. അടിസ്ഥാന സൗകര്യവും ചികിത്സാ സംവിധാനവും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ നീക്കിവെച്ച 401.24 കോടിയിൽ 146.89 കോടിയോളം സർക്കാർ വെട്ടിക്കുറച്ചതായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണക്കുകൾ പുറത്തുവരുന്നത്. സർക്കാർ ആദ്യം 401.24 കോടി രൂപ ആയിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ അത് അനുവദിച്ചു വന്നപ്പോൾ 254.35 കോടി രൂപ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് പ്രഖ്യാപിച്ചതിൽ പകുതി മാത്രമാണ് നൽകാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇങ്ങനെ ഫണ്ട് കുത്തനെ കുറഞ്ഞത് മെഡിക്കൽ കോളേജുകൾ പ്രതിസന്ധിയിലാകാൻ കാരണമായിട്ടുണ്ട്. അത് മുഖാന്തരം അവിടെ ആശ്രയിച്ചെത്തുന്ന രോഗികൾ, സാധാരണക്കാരായ രോഗികളെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. വെട്ടിക്കുറയ്ക്കൽ എങ്ങനെയാണ് എന്നതൊക്കെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി 217.4 കോടിയായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിൽ നൽകിയത് വെറും 157.37 കോടി രൂപയാണ് എന്നാണ് വിവരം. അതുപോലെ തന്നെ ഡെന്റൽ കോളേജ് വികസനത്തിന് വേണ്ടി 22.79 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ വെറും 8.65 കോടി രൂപ മാത്രമാണ് നൽകിയത്. അതേപോലെ മെഡിക്കൽ കോളേജുകളുടെ രോഗി സൗഹൃദമാക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി 5.5 കോടി പ്രഖ്യാപിച്ചെങ്കിലും 4.85 കോടി രൂപ മാത്രമാണ് നൽകിയത്. സുരക്ഷാ സംവിധാനം 2,90,00,000 കേന്ദ്ര ആവിഷ്കൃത പദ്ധതിക്കുള്ള സംസ്ഥാന വിഹിതം 1.4 കോടി 60 ലക്ഷം എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ സമഗ്ര പക്ഷാഘാത കേന്ദ്രം തുടങ്ങാൻ വേണ്ടി 3.5 കോടിയാണ് പ്രഖ്യാപിച്ചത്. അതിൽ നൽകിയത് 2.3 കോടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വില കൂടിയിട്ടുള്ള ഉപകരണങ്ങളുടെ പരിശീലനത്തിന് വേണ്ടി 25 കോടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 23 കോടി മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഫണ്ട് കുറച്ചതോടുകൂടെ തന്നെ സ്വാഭാവികമായിട്ടും ആ വികസന പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതോടെ വലിയ പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. അത് മുഖാന്തരം ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ രോഗികളാണ്. കാരണം സർക്കാർ ആശുപത്രികൾ ഏക ആശ്രയമായിട്ടെത്തുന്ന രോഗികളോട് ആശുപത്രിയിൽ സംവിധാനങ്ങൾ കുറവാണ്, അതിനുവേണ്ടി നിങ്ങൾ പിരിവിടണം, അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിക്ക് പുറത്തു നിന്ന് സാധനങ്ങൾ, മെഡിക്കൽ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന തരത്തിലൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഉദ്യോഗസ്ഥരടക്കം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത് മുഖാന്തരം നിരവധി ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് മെഡിസിൻ, മോളിക്യുലാർ ഡയഗ്നോസിസ്റ്റ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഓങ്കോളജി ആൻഡ് ടെറിഷറി സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ടും സർജിക്കൽ റോബോട്ട് എന്നിവയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പദ്ധതികൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊക്കെ ഫണ്ട് കുറച്ചതോടുകൂടെ പാതി വഴിയിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ നിരവധി സംവിധാനങ്ങളാണ്, നിരവധി പദ്ധതികളാണ്, സാധാരണക്കാർക്കായി അർഹതപ്പെട്ട പദ്ധതികളാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള ന്യായീകരണത്തിന്റെ മുഖാന്തരം ഇല്ലാതായിട്ടുള്ളത് എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിനുള്ള ഫണ്ടിൽ 62.11 കോടിയാണ് വെട്ടിക്കുറച്ചതെന്നാണ് വിവരം. നീക്കിവെച്ച 152.13 കോടി അതിൽ 90.02 കോടിയാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ബാങ്കുകൾക്ക് വകയിരുത്തിയിട്ടുള്ള 30 ലക്ഷത്തിൽ 15 ലക്ഷമാണ് വകയിരുത്തിയത്.
ഇത് ജില്ലാ ജനറൽ ആശുപത്രികൾ മുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ളവയുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിച്ചു എന്നാണ് വിവരം. ക്യാൻസർ സെന്ററുകളുടെ ഫണ്ടിലും വലിയ വെട്ടൽ ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് വിവരം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ബജറ്റ് വിഹിതം 73 കോടിയായിരുന്നു. അതിൽ 36.5 കോടി രൂപ മാത്രമാണ് നൽകാൻ സാധിച്ചത്, അല്ലെങ്കിൽ അവസാനം നൽകിയത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതേസമയം മലബാർ ക്യാൻസർ സെന്ററിലേക്ക് 26 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും 14 കോടിയാണ് പിന്നീട് നൽകിയത്. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിന്റേത് 14.5 കോടിയായിരുന്നു. അതിന് നൽകിയത് വെറും 9.3 കോടി രൂപ മാത്രമാണ്. വലിയൊരു വെട്ടൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫണ്ട് ഇത്തരത്തിൽ സർക്കാർ വെട്ടിയതോടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിലും വേണമെന്ന് ശുപാർശ ചെയ്തിരുന്ന ചികിത്സകൾക്കുള്ള അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനെ അടക്കം ബാധിച്ചു. പല സർക്കാർ ആശുപത്രികളിലും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പോലും ഇല്ല എന്ന് പറയാൻ ഒരു സാഹചര്യം ഒരുക്കിയത് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ നടപടിയാണ്. ഇതാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പരസ്യമായി പറഞ്ഞത്. ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലൂടെ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട് എന്ന് വ്യക്തമാക്കിയതോടെ സർക്കാരും ഇത് അംഗീകരിക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ഉപകരണങ്ങളുടെ ക്ഷാമത്തെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങാനും രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാകാനും സാധ്യതയുണ്ട് എന്നതടക്കമായിരുന്നു ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത്. വർഷങ്ങളായി ഹാരിസ് ചിറക്കലിനെ പോലുള്ള മികച്ച ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിച്ചു നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാകുന്നുണ്ട്, ഫണ്ട് വെട്ടിക്കുറച്ചത് കാരണമാകുന്നുണ്ട് എന്ന് ഒടുക്കം സർക്കാർ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അനുവദിക്കുന്ന തുക ചെലവഴിച്ചു ഉപകരണങ്ങൾ വാങ്ങാത്തതും സർക്കാരിന്റെ ചില ലോബികളുടെ ഇടപെടലിന്റെ ഭാഗവുമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഡോക്ടർമാർ ഉയർത്തിയിരിക്കുന്ന ആരോപണം. ആശുപത്രികളിൽ പുതിയ വിദഗ്ധ ചികിത്സാ ഉപകരണങ്ങൾ എത്തിച്ചാൽ സ്ഥാപിച്ചു നൽകുന്നതും വേഗത്തിൽ കേടാകുന്നതും മറ്റ് നിരവധി പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഈ ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവും ശസ്ത്രക്രിയ പ്രതിസന്ധിയും തുറന്നു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പൊതുസമൂഹത്തിന്റെ വക പിന്തുണ കൂടിയതോടുകൂടെ ഈ കാര്യങ്ങളെല്ലാം തള്ളാതെ സംഭവം ശരിയാണ് എന്ന് സർക്കാർ അംഗീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കുറവുകൾ തുറന്നു പറഞ്ഞ ഡോക്ടർക്കെതിരെ നടപടിയെടുത്താൽ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള KGMCTA പ്രസിഡന്റ് ഡോക്ടർ റൊസാനാര ബീഗവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിന്മാറിയെന്നാണ് വിവരം. മെഡിക്കൽ കോളേജിലെ ചികിത്സാ ഉപകരണങ്ങളുടെ അപര്യാപ്തത നേരത്തെ തന്നെ അധികാരികളുടെയും ആരോഗ്യമന്ത്രിയുടെയും ഓഫീസിനെയും അറിയിച്ചിരുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുന്നത്. രോഗികളെ കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങിപ്പിക്കുന്നത് കൊണ്ടാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാത്തതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. അതേസമയം ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമായാണ് കാണേണ്ടതെന്ന നിലപാടിലായിരുന്നു മന്ത്രി വീണ ജോർജ്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷ്മമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം. എന്തായാലും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ അതായത് പ്രഖ്യാപിച്ച പണത്തിൽ നിന്ന് പകുതി മാത്രം നൽകുമ്പോൾ പല പദ്ധതികളും പാതി വഴിയിലാകുന്നു, അത് മുഖാന്തരം പൊതുജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് ഈ ഒരു കാര്യം കൂടെ പുറത്തു വരുമ്പോൾ പറയാനുള്ളത്.